ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിലെ ലാഹ എന്ന പ്രദേശത്തുള്ള മഞ്ഞത്തോട് ആദിവാസി കോളനിയിലേക്കാണ്. വനത്തിനുള്ളിൽ താമസിച്ചിരുന്ന 40ഓളം ആദിവാസി കുടുംബങ്ങളെ സർക്കാർ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലമാണ് മഞ്ഞത്തോട്. വളരെ രസകരവും സന്തോഷകരവും കുളിർമ അനുഭവപ്പെടുന്നതുമായ അനുഭവമാണ് വനം നമുക്ക് സമ്മാനിക്കുന്നത്. നമുക്ക് തുടർന്ന് യാത്ര ചെയ്യാം. ഏകദേശം നമ്മളിപ്പോൾ ആ പ്രദേശത്തെ മഞ്ഞത്തോടെന്ന പ്രദേശത്ത് അടുക്കാറായിട്ടുണ്ട്. അല്പം കൂടി യാത്ര ചെയ്താൽ നമുക്ക് മഞ്ഞത്തോടെന്ന പ്രദേശത്ത് എത്താൻ സാധിക്കും. റോഡ് സൈഡിലാണ് ഈ കോളനി ഉള്ളത്. ഏകദേശം നമ്മൾ ആ പ്രദേശത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പ്രദേശം. ഏറുമാടം ഉള്ള സ്ഥലം ഇതാണ്. നമുക്ക് ഈ റോഡിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ആ മരത്തിന് മുകളിൽ ഏറുമാടം കെട്ടി ഒരു ഏറുമാടം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ മുറ്റത്തിരിപ്പുണ്ട്, അവരോട് നമുക്ക് സംസാരിക്കാം. ഒരു ദിവസം ഒന്നും 10 കെട്ട് വിറക് ഉണ്ടാക്കാൻ പറ്റിയ അത് 50 കിലോ ഉള്ള വിറകന 100 രൂപ. 1 കിലോ വിറകിന് 2 രൂപ വെച്ചിട്ട്. അങ്ങനെ ഇവിടുത്തെ ജീവിതം. പിന്നെ സർക്കാരിൽ നിന്ന് ഇപ്പം ഓരോ സഹായങ്ങളൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ സംഘടനക്കാരൊക്കെ വന്ന് കുറച്ച് അരിയും സാധനമൊക്കെ കൊണ്ട് തരുന്നുണ്ട്. 5-10 കിലോ അരിയൊക്കെ കൊണ്ട് തരുന്നുണ്ടല്ലേ. പേര് എൻ്റെ പേര് രാജേന്ദ്രൻ. എൻ്റെ ഭാര്യയുടെ പേര് പൊന്നമ്മ. എൻ്റെ മൂത്ത മോൻ്റെ പേര് രാജമാണിക്യം വിജേഷ്. ഇളയ മോൻ്റെ പേര് രാജമണി. ഈ മോനെ പ്രസവിച്ച് കിടന്നപ്പോഴാ പണ്ട് പ്രണയത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ ഇടയ്ക്ക് വനത്തിൽ കുടുങ്ങി കിടന്ന് ഹെലികോപ്റ്ററൊക്കെ വന്ന് അന്വേഷിച്ച് കണ്ടില്ലെന്നൊക്കെ മനസ്സിലായി. നിങ്ങളായിരുന്നല്ലോ. പിന്നെ പത്തനംതിട്ട ജില്ലാ കളക്ടറിന്റെ അഡീഷണൽ കളക്ടർ എല്ലാം കൂടെ വന്ന് ഫോറസ്റ്റുകാരും പോലീസുകാരെല്ലാം കൂടെ കയറി വന്ന് ഞങ്ങളെ കണ്ടുപിടിച്ചു. അവിടെ നിറക്കി കൊണ്ടുവന്ന് അവരുടെ കാറെ തന്നെ അട്ടത്തോട്ടി കൊണ്ടുവന്ന് അവിടെ നിന്ന് ആംബുലൻസ് കൊണ്ട് ആശുപത്രി. ഞാൻ എൻ്റെ അവസ്ഥയെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ ന്യൂസിൽ കൊടുത്തു. അങ്ങനെ ഇപ്പം ഫോറസ്റ്റുകാര്, പോലീസുകാര്, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, TDO, പത്തനംതിട്ട ജില്ലാ കളക്ടർ, പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി, അപ്പോൾ അങ്ങനെ സർവ്വ ആൾക്കാരും സർവ്വ ഉദ്യോഗസ്ഥന്മാരും മൊത്തത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ സഹകരണമുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു കിണർ കുഴിച്ച് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരുന്നു. നല്ലൊരു പൈപ്പ് ഇട്ട് കിട്ടിയാലും ഞങ്ങൾക്ക് നല്ലതായിരുന്നു. ഒത്തിരി 1 കിലോമീറ്റർ പോകണം വെള്ളത്തിന് പോകണല്ലേ. അപ്പുറത്തോട്ട് പോകണമെങ്കിൽ 3/4 കിലോമീറ്റർ പോകണം. ടാങ്കിൻ്റെ അവിടെ വളഞ്ഞകാനം എന്ന് പറയും. വെള്ളായിക്കപ്പോൾ അങ്ങനെ ഇപ്പോൾ എൻ്റെ പെണ്ണുമ്പിള്ള പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനും നനയ്ക്കാനും വെള്ളമില്ല. കൈക്കാശ് കൊടുത്ത് വെള്ളം. ഇതാണ് ശരിക്കുമുള്ള ഏറുമാടം. ഇതിൻ്റെ അടുത്ത് കാണാത്തവർ ശ്രദ്ധിച്ച് കാണുക. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഏറുമാടം. വീട് മരത്തിന് മുകളിലാണ് ഇരിക്കുന്നത്. താഴെ നിന്ന് പടി കെട്ടിയാണ് മുകളിലോട്ട് കയറുന്നത്. ഇത് സുരേന്ദ്രൻ തന്നെ ചെയ്തതാണിത്. ഇത് കോളനിയാണ്. ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ്. മറ്റ് മൃഗങ്ങളും മറ്റ് ശല്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വേലി കെട്ടി അവരെ സൂക്ഷിച്ചിരിക്കുകയാണ്. സർക്കാർ പലവിധ പദ്ധതികൾ ഈ കോളനിക്ക് വേണ്ടി ആവിഷ്കരിക്കുന്നുണ്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞു. അതുപോലെ ഓരോ കുടുംബത്തിനും 1 ഏക്കർ ഭൂമി വീതമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അവർക്ക് എത്രയും പെട്ടെന്ന് അത് പതിച്ചു കിട്ടുമെന്നൊക്കെ അവർ പറയുന്നു. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. എങ്കിലും എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുന്നു. ഇനി നമ്മൾ കാടിറങ്ങുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ നിർത്തുന്നു. നമ്മൾ കാടിറങ്ങുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തുവാൻ ആഗ്രഹിക്കുന്നു. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തോടുകൂടി ഉള്ള നന്ദിയും നമസ്കാരവും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ച് നിർത്തുന്നു.